രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശേഷ ബുദ്ധിയാണ് മനുഷ്യനെ ഇതര ജീവികളിൽ നിന്നും വേർതിരിക്കുന്ന പ്രധാന ഘടകം. ചിരിക്കാനും ചിന്തിക്കാനും കാര്യങ്ങളെ വേർതിരിച്ചുമറിയാനുമുള്ള മനുഷ്യന്റെ പ്രാപ്തി അല്ലാഹു തന്ന വലിയ അനുഗ്രഹമാണ്. ലോകത്തുള്ള സചേതനവും അചേതനമായ സകലതും നിങ്ങൾക്ക് വേണ്ടി നാം സൃഷ്ടിച്ചിരിക്കുമെന്ന് അല്ലാഹു പ്രഖ്യാപിക്കുമ്പോൾ മനുഷ്യ സൃഷ്ടിപ്പിന്റെ മഹത്തായ ലക്ഷ്യം വരച്ചുകാട്ടുകയാണ് സൃഷ്ടാവ്. ലൗകിക ജീവിതം നശ്വരമാണെന്നും പാരത്രിക വിജയത്തിനുള്ള കൃഷിയിടം ഇവിടെയും വന്നും മനുഷ്യർ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഈ തിരിച്ചറിവിന്റെ ഏറ്റ വ്യത്യാസങ്ങളിൽ മാറ്റങ്ങൾ സ്വാഭാവികമാണ്. നന്മയെ നന്മയായി കാണുവാനും തിന്മകളിൽ നിന്ന് മാറി നിൽക്കുവാനും അല്ലാഹു മനുഷ്യന് അവസരം നൽകിയിട്ടുണ്ട്. ഇഖ്തിയാർ എന്ന പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്ന മനുഷ്യന്റെ സ്വയം നിർണയങ്ങളിൽ വരുന്ന തിന്മയുടെ പൂർണ്ണ ഉത്തരവാദിത്തം അവനു തന്നെയാണ്. ഭൗതിക ജീവിതത്തിൽ ശരി തെറ്റുകൾ വേർതിരിച്ചു ജീവിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. ലോകാവസാനത്തിലേക്ക് അടുക്കുന്തോറും കാര്യങ്ങൾ കൂടുതൽ വഷളായി വരികയാണ്. നമ്മുടെ സാമൂഹിക പരിസരത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. തിന്മ ചെയ്യാനുള്ള മനസ്സും ധർമ്മം ചെവിക്കുള്ള കാതുകളും വർദ്ധിച്ചു വരികയാണ്. സമൂഹത്തെ അടുക്കി പിടിച്ചിരിക്കുന്ന തിന്മയുടെ ബോധങ്ങൾ ദിനംതോറും കാര്യങ്ങൾ ശക്തിപ്പെട്ടു വരികയാണ്. ഒരു ഭാഗത്ത് ഇത്തരം തിന്മകൾക്കെതിരെ ശക്തമായ ബോധവൽക്കരണം നടക്കുമ്പോൾ മറുഭാഗത്ത് മനുഷ്യന്റെ ധാർമ്മിക മൂല്യങ്ങളെ കാർന്നു തിന്നു കൊള്ളാരുതായ്മകൾ കുമിഞ്ഞുകൂടുന്നു. ലഹരി ഉപയോഗം മൂലം വൈയക്തികം തലം തൊട്ട് സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ വികല മേഖലകളും വലിയ പൊട്ടിത്തെറികളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുമെന്ന് കേവലം ആസ്വാദന മേഖലപ്പുറം ലഹരി ഉപയോഗം കൊണ്ട് മനുഷ്യനൊന്നും നേടുന്നില്ല എന്നറിയാനിട്ടല്ല, മറിച്ച് കുടിച്ചു മദ്യപിച്ച് ജീവിതം തീർക്കാനുള്ള പ്രവണത വർദ്ധിച്ചു വരുന്നു. ജീവിച്ചിരിക്കുന്ന സാഹചര്യങ്ങളും സമൂഹത്തെ പൊതുവിചാരങ്ങളുമാണ് ഒരാളെ മദ്യപാനിയാക്കുന്നതിൽ പറയാം. പക്ഷേ താൻ ചെയ്യുന്നത് തിന്മയാണെന്നറിഞ്ഞിട്ടും സാഹചര്യങ്ങളെ കഴിച്ചിട്ട് എന്തു കാര്യവും ലഹരിയാണ് സകല തിന്മകളുടെ മാതാവും മദ്യം ജീവിതത്തിന്റെ എല്ലാമായിരുന്ന ഒരു ജനതയോട് പ്രവാചകൻ പഠിപ്പിച്ചു. ഈ പ്രവാചക വചനത്തിൽ മദ്യത്തിന്റെയും ലഹരിയുടെയും സകല ഭവിഷ്യത്തുകളും വരച്ചുകാട്ടി. അല്ലാഹുവിനോട് പങ്കുചേർക്കുന്നതും വൻ പാപമെന്നിരിക്കെ ലഹരി ഉപയോഗവും അപ്രകാരമാണെന്ന് അല്ലാഹു സൂചിപ്പിക്കുകയാണ് ഇവിടെ. മനുഷ്യൻ ഉപയോഗിക്കുന്ന ലഹരികളിൽ ഏറ്റവും വീര്യകൂടിയത് മദ്യം തന്നെയാണതിൽ സംശയമില്ല. ഇസ്ലാമിക പ്രമാണങ്ങളും നമ്മുടെ സാമൂഹിക ചുറ്റുപാടുകളും അതിൽ നിരന്തരം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. മദ്യത്തിന് ഖുർആനും ഹദീസും ഉപയോഗിക്കുന്ന പദം ഗംറ് എന്നാണ്. ഈ പ്രയോഗത്തിന്റെ അർത്ഥം മറയുക, മൂടുക എന്നൊക്കെയാണ്. അതായത് ബുദ്ധിയെ മൂടുന്നതും മറയ്ക്കുമെന്നർത്ഥം കാര്യവ്യക്തമാണ്. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ബുദ്ധി നീക്കിക്കളയുമെന്നതിൽ സംശയമില്ല. ലഹരി ഉപയോഗം വൈയക്തികമായി എങ്ങനെ ഉപയോഗിക്കുമെന്ന് പരിശോധിക്കാം. മനുഷ്യന് അല്ലാഹു പ്രായോഗിക ബുദ്ധി നൽകിയിട്ടുണ്ട്. അത് അവൻ തന്നെ എടുത്തു കളയുമ്പോഴാണ് ഒരാൾ ഭ്രാന്തൻ എന്ന് വിളിക്കുന്നത്. മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ബുദ്ധിയെ നീക്കിക്കളയുന്ന പ്രവണതയാണ് ലഹരി ഉപയോഗം കൊണ്ട് സംഭവിക്കുന്നത്. ഇത് നിഷിദ്ധമാണെന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ സാമൂഹിക പരിസരത്തെയും സാമൂഹിക ശാസ്ത്രത്തെയും മാനദണ്ഡങ്ങളോടെ വീക്ഷിച്ചാൽ ലഹരി ഉപയോഗത്തിന്റെ ഭവിഷ്യത്തുകൾ ധാരാളം കാണാം. സാമൂഹിക ഘടനയെ മാറ്റിമറിക്കുന്ന മാറാവിധിയാണ് ലഹരി. കുടുംബങ്ങളിൽ നിന്ന് തന്നെ ലഹരി ഉപയോഗത്തിന്റെ വരും വാരായ്മകൾ പരിശോധിക്കാം. ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം. അദ്ദേഹം പറഞ്ഞു, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, മദ്യം നീചവൃത്തികളുടെ മാതാവും വൻ പാപവുമാണ്. വല്ലവരും അത് കുടിച്ചാൽ അവന്റെ മാതാവിന്റെയും മാതൃ സഹോദരിയുടെയും പിതൃ സഹോദരിയുടെയും മേൽ വീണെന്നിരിക്കും. വലിയ പ്രത്യാഘാതങ്ങൾ സൂചിക്കുന്ന ഹദീസാണിത്. സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള വലിയ അന്തരമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ലഹരി ഉണ്ടാക്കുന്ന എന്തും ഹറാമാണെന്ന് നിരീക്ഷിക്കുന്ന മതമാണ് ഇസ്ലാം. വകതിരിവ് നീങ്ങിയുള്ള ഒരാസ്വാദനം വിശ്വാസിക്ക് അന്യമാണെന്നർത്ഥം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.